ഹായ് ഫ്രണ്ട്സ്, നിങ്ങളീ കാണുന്നത് നമ്മുടെ ഹോം ഗാർഡനിലുള്ള ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റാണ്. ഓൾറെഡി ഈ ചെടി നിങ്ങൾ പല വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. സോ ഇപ്രാവശ്യം നമ്മുടെ ഇതിലുണ്ടായ 2 കാ നമ്മൾ വിളവെടുക്കാൻ പോവുകയാണ്. ഇത് നമ്മൾ 2 ദിവസം താമസിച്ചു പോയി. അപ്പോൾ അത് കാരണം ഇതിവിടെ ഒരു പൊട്ടലുണ്ടായിട്ട് ഇതിൻ്റെ കാ ഫുള്ളി മൂത്ത് പഴുത്ത് നിൽക്കുന്ന അവസ്ഥയിലാണുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു കാ കാണാൻ പറ്റും. താഴെ ഈ ഭാഗത്തായിട്ടും ഒരു കാ അത്യാവശ്യം വന്നിട്ടുണ്ട്. ഇത് കണ്ടാൽ എനിക്കൊന്ന് ഓൾമോസ്റ്റ് 1 കിലോ വെയിറ്റോളം ഉണ്ടായിട്ടുണ്ട് ഇതിനകത്ത്. ഇതാണ് ഇതിൻ്റെ ചുവട്. വെയിൽ കാരണം കാണാൻ പറ്റുന്നുണ്ടാകത്തില്ല, പക്ഷേ എന്നാലും ഇത് ഈ കാണുന്ന ചുവടിലാണ് ഈ ചെടി നമ്മൾ പ്ലാന്റ് ചെയ്തേക്കുന്നത്. ഒരു ചെറിയ ഡ്രമ്മിനകത്ത് 2 കമ്പി നമ്മളത് ഇവിടെ ഒരു കമ്പി ഈ ഭാഗത്തും ക്രോസ് ആക്കിയിട്ട് അതിലൊരു പൈപ്പ് നമ്മൾ ഫിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കയർ ചുറ്റി അതിലേക്ക് നമ്മൾ ഈ ചെടി പൊടിപ്പിച്ച് കയറ്റിയേക്കുവാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ചെടിയുടെ അവസ്ഥ. അതിൽ കൂടുതലും ഭാഗം, അതായത് ഈ ഭാഗത്തേക്കാണ് നമ്മളത് ഈ വെച്ചുന്ന ടയറിൻ്റെ ഈ ഭാഗത്തേക്കാണ് ചെടി കൂടുതലായിട്ടും വന്ന് നിൽക്കുന്നത്. ചിലപ്പോൾ ഈ ഭാഗത്ത് കിട്ടുന്ന വെയിലിൻ്റെ എന്തെങ്കിലും പ്രത്യേകതയാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെടിയുടെ ഒരു വളർച്ചയുടെ ഭാഗമായിട്ടായിരിക്കും ചെടി പൂർണ്ണമായിട്ട് ഇങ്ങോട്ട് ചാഞ്ഞ് കിടക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരുന്ന ചെടിയുടെ ലീഫ് കുറവാണ്. ഓക്കെ, അപ്പം ഇത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നമ്മൾ ഇതിന്നൊരു 10-15 കായ നമ്മൾ ഇതിലായിട്ട് വിളവെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇപ്രാവശ്യം ഈ സീസൺ കായ്ച്ച 2 കായാണ്. ഇതിൽ ഒരു ചെടി മാത്രമേ കായ്ക്കുന്നുള്ളൂ. നമ്മൾ 4 പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു പ്ലാന്റ് ആയിരുന്നു ഓൾറെഡി കാ ഉണ്ടായിരുന്നൊരു പ്ലാന്റ് നമ്മൾ പിന്നീട് കാശെടുക്കുമായിരുന്നു. ബാക്കി പ്ലാന്റ്സ് ഇതിന് മുമ്പ് എന്തോ കാശിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ എനിക്ക് കിട്ടുന്ന ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഇത് വയലറ്റാണ്. നമ്മുടെ ഒരു വീട്ടിലൊരു 4 പേരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള പ്ലാന്റ്സ് ആക്ച്വലി വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് വേറെ പ്രത്യേകിച്ച് കുഴപ്പമുണ്ടാകത്തില്ല. നമുക്ക് അങ്ങനെ കാശ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല. നമുക്കിങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് വയലറ്റാണ്. അത് ഞാൻ പറഞ്ഞ ഈ ചെടി വയലറ്റാണ്. ഇതിൻ്റെ വെള്ളം അത്ര ടേസ്റ്റ് തോന്നുന്നില്ല, കാരണം അത്യാവശ്യം ടേസ്റ്റ് തോന്നുന്നത് വയലറ്റ് കളറാണ്. ഇത് നല്ല ഭംഗിയാണ് കാണാൻ, നല്ല ഭംഗിയാണ് ഇത്. കാരണം ഈ പച്ച പ്ലാന്റിനകത്ത് ഈ ഓറഞ്ച് റോസ് പോലെ നിൽക്കുന്ന കളറിൽ റെഡ് അങ്ങനെ പറയാം, വയലറ്റ് കളറിലൊക്കെ നിൽക്കുന്ന ഒരു ഫ്രൂട്ട്സ് നല്ല ഭംഗിയാണ് കാണാൻ. അതുപോലെ കഴിക്കാനും അത്യാവശ്യം മോശം ടേസ്റ്റ് ഇല്ല. ഇത് നമുക്ക് ജ്യൂസാക്കാം, ഷേക്കാക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡിൻ്റെ കൂടെ ആഡ് ചെയ്യാം നമുക്ക്. അങ്ങനെയുള്ള ഒരുപാട് യൂസായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹോം ഗാർഡനിലുള്ള ഡ്രാഗൺ ഫ്രൂട്ട്. അങ്ങനെ നമ്മൾ ഇത് രണ്ടും നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഈ കാണുന്ന ഒരു കാ ഓൾമോസ്റ്റ് 1 കിലോയോളം വെയിറ്റ് തോന്നുന്നുണ്ട്. അത്യാവശ്യം ഇത് വലിയ കായാണ്. എൻ്റെ കൈ ഫുള്ള് കവറാകുന്ന തരത്തിലുള്ള സൈസുള്ള കായാണത്. ഇത് കുറച്ച് ചെറുതാണ്. ഇതെനിക്ക് തോന്നുന്നു ഇത് 60 ഗ്രാം ആ സൈസൊക്കെ ഉണ്ടാകത്തുള്ള കായാണ്. ഇത് രണ്ടും ഇതിൻ്റെ ആ ഒരു പഴുത്ത് മൂത്ത് ഒരു പൊട്ടലുണ്ടായിട്ടുണ്ട് ഫ്രൂട്ട്സിൽ. അപ്പം ഇതാണ് അതിൻ്റെ ഉള്ള ഒരു സംഭവം. ഇതിപ്പോൾ ഇന്ന് തന്നെ കഴിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നാളെ ഇത് ഡാമേജ് ആയി പോകും. അങ്ങനെ ഇരിക്കുകയാണ് ഇതിൻ്റെ കണ്ടീഷൻ. ഓക്കെ, താങ്ക് യു.